വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറയുള്ള ഹിൽ പാലസിലാണോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഈ ഹിൽ പാലസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഹിൽ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അന്നേരം ഷൂട്ടിങ് ഉള്ളിൽ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. ഈ ഇടയ്ക്കാണ് അലൗഡ് ആക്കിയത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഫുള്ള് കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ഉള്ളിൽ കയറിയിട്ടില്ല, ഉള്ളിലേക്ക് പോകണുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുമ്പാണ് നമ്മൾ ഇൻട്രോ പറയണത്. തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് കേട്ടോ പാലസിലേക്കുള്ള മെയിൻ എൻട്രൻസ് വരുന്നത്. പാലസിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ വണ്ടികൾക്കുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. പെർ ഹെഡ് 35 ആണ് വരുന്നത്. പിന്നെ ക്യാമറയ്ക്കും പാർക്കിംഗ് ഫീ ഒക്കെ വേറെയാണ് കേട്ടോ. ഇത് പാലത്തിലേക്ക് കറക്റ്റ് ഉള്ളൊരു എൻട്രിയാണ്. നേരെ തന്നെ ഫുൾ സ്റ്റെപ്പ് ഇതുണ്ട്. ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നമുക്ക് പാലസിൻ്റെ ഒരു സൈഡിലേക്ക് എത്താം. അതുപോലെ തന്നെ ഈ സൈഡിൽ കൂടെ നമുക്ക് റൗണ്ട് അടിച്ച് പാലത്തിലേക്ക് എത്താം. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു 1865 തൃപ്പൂണിത്തറയിൽ പണി കഴിപ്പിച്ച ഹിൽ പാലസ്. ഈ റൂട്ടാണ് നമ്മളിങ്ങനെ കയറി വന്നത്. അതിൻ്റെ ഓരോ തിട്ടിൻ്റെ താഴേന്ന് സ്റ്റെപ്പുകളും ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കും കാണാൻ പറ്റില്ല. ഇതുപോലെ ഫുള്ള് ഓരോ തിട്ടിലും സ്റ്റെപ്പുകളായിട്ട് കിടക്കുന്നു. ഇതാണ് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്ലോക്ക് റൂം ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് നമുക്ക് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. പാലസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേര്, നമ്മൾ വന്ന സ്ഥലം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിക്കറ്റും അവിടെ കാണിക്കണം. അതിന് ശേഷമാണ് വീണ്ടും നമ്മളെ ഒരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞതിന് ശേഷമാണ് പാലസിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. പാലസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കേട്ടോ ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ മ്യൂസിയം എന്ന നിലയിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ പോകുന്നത് പാലസിൻ്റെ ക്യാബിനറ്റ് ഹാളിനകത്തേക്കാട്ടോ. അപ്പോൾ അതിനകത്താണ് രാജാവിൻ്റെ സിംഹാസനവും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് കേട്ടോ കൊച്ചി മഹാരാജാവിൻ്റെ രാജസിംഹാസനം. ഇത് പണിതിരിക്കുന്നത് ഫുള്ള് കരിവീട്ടിയിലാണ് കേട്ടോ. 1500 ബ്രിട്ടീഷ് വെള്ളി രൂപ തൂക്കം വരുന്ന വെള്ളി കൊണ്ടാണ് ഇതിൻ്റെ വെള്ളി കെട്ടിയേക്കുന്നത്. രാജചിഹ്നവും കൈത്താങ്ങോടും എല്ലാം വെള്ളി കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. പാദപീഠം നിർമ്മിച്ചിരിക്കുന്നത് കരിവീട്ടിയിൽ പണിതിട്ട് വെള്ളി കൊണ്ട് ഫുള്ള് കെട്ടിയെടുത്തേക്കുന്നതാണ് കേട്ടോ. രാജസിംഹാസനമൊക്കെ ഇരിക്കുന്ന ക്യാബിനറ്റ് ഹാള് ഫുള്ള് വേറൊരു ഫീലാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് വേറൊരു നല്ലൊരു മൈൻഡ് വരുന്നത്. ഫുള്ള് നേരത്തെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന സെയിം സിംഹാസനവും വേറെ ചെയറുകളും എല്ലാം കാണുമ്പോൾ വേറൊരു മൈൻഡാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വരുന്നത്. ഇത് പാലസിലുള്ള ഒരു ലിഫ്റ്റാണ് കേട്ടോ. 1914 രാജാവിന് വേണ്ടി ലണ്ടനിലുള്ള ഒരാൾ പണിത് കൊടുത്ത ഒരു ലിഫ്റ്റാണ് കേട്ടോ ഇത്. രാജാവിൻ്റെ കാലിന് എന്തോ ഒരു വൈയായികം ഉള്ളതുകൊണ്ട് പണിത് കൊടുത്ത ഒരു ലിഫ്റ്റാണിത്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണ് ഇത്. ഇത് പ്രവർത്തിച്ചിരുന്ന അന്നൊരു ജനറേറ്റർ വെച്ചാണ് പ്രവർത്തിച്ചിരുന്നതാണ് കേട്ടോ ഇവിടുത്തെ ആൾ പറഞ്ഞത്. പണ്ട് കാലത്തെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് ഒന്നുമല്ല കേട്ടോ. ഫുൾ ഇങ്ങനെ കാണാൻ മാത്രമാണ് പറ്റുള്ളൂ.
മാർബിളുകളും ഗ്രാനൈറ്റുകളും ഒക്കെയാണ് ഈ പാലസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന് 2 ബിൽഡിങ്ങുകൾ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. 2 ബിൽഡിങ്ങും തമ്മിലുള്ള ഒരു ഗ്യാപ്പിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോവാണ്, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന്. ആ ഒരു ഏരിയ ആണ് ഇത്. അത് ഫുള്ള് ഇങ്ങനെ നല്ല തടികൾ കൊണ്ടാണ് കൂടുതലും അതിൻ്റെ സൈഡുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു ബാൽക്കണി എന്ന രീതിയിൽ പണ്ടത്തെ രീതിയിൽ ഫുള്ള് ഇങ്ങനെ വിൻഡോസൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ശൈലിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഓരോ വാളിക്കൂടെയും അതെന്താണെന്നും എന്തായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പഴയ കാലത്തിലേക്ക് നമ്മൾ പോയി വരും. അതുപോലെ തന്നെ കൊച്ചിയുടെ ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊച്ചി എന്ന പേരെങ്ങനെ വന്നു, ആ കൊച്ചിയിൽ എന്തൊക്കെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്, അങ്ങനത്തെ ഫുള്ള് ഡീറ്റെയിൽ നമുക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ആനയുടെ ഈ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് ഫുള്ള് ഈട്ടിത്തടിയിലാണ് കേട്ടോ. ഇതിൻ്റെ കൊമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ആനയുടെ കൊമ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ഒരു ഈട്ടിത്തടിയിലാണ് ഒറിജിനൽ ആനക്കൊമ്പും യൂസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു രൂപമാണിത്. 19-ാം നൂറ്റാണ്ടിലായിരുന്നു കേട്ടോ ഈ ആനയുടെ ഈ ശില്പം നിർമ്മിച്ചിരുന്നത്. ഒരു കാലത്ത് ഈ കൊട്ടാരത്തിലെ സ്വീകരണമുറി അലങ്കരിച്ചിരുന്ന ഒരു ആനയുടെ രൂപമായിരുന്നു കേട്ടോ ഇത്. കൊട്ടാരത്തിന് ചുറ്റും ഒരുപാട് വിൻഡോകളുണ്ട് കേട്ടോ. ഫുള്ള് ചുറ്റിനും വിൻഡോകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് ഫുള്ള് തടികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറഭാഗം കാണാൻ പാകത്തിനാണ് വരാന്തകൾ നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ വാളുകളിൽ കൂടെ ഫുള്ള് പണ്ട് കാലത്തെ ചരിത്രങ്ങളാണ് കേട്ടോ. ഫുള്ള് നമുക്ക് എന്താണ് അന്ന് കാലത്ത് നടന്നിരുന്നതെന്നൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. കൊച്ചി മഹാരാജാവ് തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറുകയും ചെയ്തു. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങളാണ് ഈ കൊട്ടാരത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ പാലസിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ചരിത്രവും വായിച്ച് ഇതിൽ നടക്കാനായിട്ട് ഒരു അന്യായ ഫീലാണ് കേട്ടോ. നല്ല സൈലൻ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. നമുക്കിങ്ങനെ പോകുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് എല്ലാവരും ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം ഉണ്ടാവും. ഇത് രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഊന്നുവടികളാണ് കേട്ടോ. ഒരു 3-4 ഇവിടെ ഫുള്ള് നിരത്തി വെച്ചിട്ടുണ്ട്. കൊച്ചി രാജാവിൻ്റെയും രാജകുടുംബത്തിൻ്റെയൊക്കെ പണ്ട് കാലത്തെ യാത്രകളെയൊക്കെ വിവരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ അവരെങ്ങനെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് കേട്ടോ കേരളവർമ്മ മഹാരാജാവിൻ്റെ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ. കേരളവർമ്മ മഹാരാജാവ്, രാമവർമ്മ മഹാരാജാവ്, അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുടെ ചുവർച്ചിത്രങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ 11ഓളം ഗ്യാലറികളായിട്ടാണ് ഈ മ്യൂസിയം എന്ന രീതിയിൽ നമുക്ക് ഓരോന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഓരോ ഗ്യാലറിയിലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ചരിത്രങ്ങളും ഓരോ നാണയങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ഓരോരോ റൂമുകളാണ് ഓരോരോ ഗ്യാലറികളാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഗ്യാലറിയിലേക്ക് ചെല്ലുമ്പോൾ വേറെ വേറെ അനുഭവങ്ങളായിരിക്കും നമുക്ക് അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്.
പാലസിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഗ്യാലറിയിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ അത്യാവശ്യം കണ്ടിട്ടോ. ഇവിടെ രാജസിംഹാസനം അങ്ങനെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി പോവാണ്. താഴെയാണ് കിരീടവും രാജാവിൻ ഉപയോഗിച്ചിരുന്ന നാണയങ്ങൾ, ഗോൾഡുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് പഴയന്നൂർ ക്ഷേത്രവും കൊട്ടാരവും ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫുള്ള് വുഡിൽ ചെയ്തേക്കുന്നതാണ്, തടിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴയന്നൂർ ക്ഷേത്രവും കൊട്ടാരവും ഉണ്ട്. ഇതുപോലെ കുറേ ക്ഷേത്രങ്ങളും കൊട്ടാരവും ഒക്കെ മിനിയേച്ചറായിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗ്യാലറി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രമാണ് കേട്ടോ. ആ ക്ഷേത്രം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ വുഡിൽ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. 360 വ്യൂവിൽ നമുക്ക് ഈ മിനിയേച്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് പണ്ട് കാലത്ത് ഉത്സവത്തിനും മറ്റും കാര്യത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തിടമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് രാജാവിൻ്റെ കിരീടമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഗ്യാലറിയിലേക്കാട്ടോ. ആ ഗ്യാലറി ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി ഒക്കെ ആട്ടോ. രാജാവിൻ്റെ കിരീടം, ബാക്കി ഗോൾഡ് ഐറ്റംസ് എല്ലാം വരുന്നത് ആ ഒരു ഗ്യാലറിയിലാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് ഹിൽ പാലസ് സൂക്ഷിച്ചിരിക്കുന്ന ആ കിരീടമാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഹിൽ പാലസ് സൂക്ഷിച്ചിരിക്കുന്ന ഈ കിരീടം നിർമ്മിച്ചിരിക്കുന്നത് 244 മാണിക്യങ്ങളും 95 വൈര്യങ്ങളും 69 മരതകങ്ങളും കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത് 200 പവനാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് 5 കോടിയിലേറെ വിലമതിപ്പ് വരുന്ന ഒരു കിരീടമാണ് ഹിൽ പാലസിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഹിൽ പാലസിൽ ഏകദേശം ഒരു അവസാന ഭാഗമായിട്ടാണ് കിരീടം ഇരിക്കുന്ന ഒരു ഗ്യാലറി വരുന്നത്. അപ്പോൾ നമ്മൾ വേഗം ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് കിരീടം കാണാനുള്ള ഒരു ടൈം കിട്ടുള്ളൂ. അപ്പോൾ കിരീടം എല്ലാവരും മിസ് ചെയ്യാതെ കണ്ടിട്ട് പോവുക. ഫോട്ടോഗ്രാഫി അലൗഡല്ല, ഫോട്ടോ എടുക്കാൻ ആരും ശ്രമിക്കരുത്. അപ്പോൾ കിരീടം എല്ലാം കണ്ട് അവിടുത്തെ ചരിത്രങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഹിൽ പാലസിൽ നിന്ന് പുറത്തിറങ്ങാം. അപ്പോൾ നമ്മൾ ഹിൽ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടുവിടാം. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിരീടമൊക്കെ ഇരിക്കുന്ന ഒരു ഹാളുണ്ട്. കിരീടം, ഗോൾഡ് കോയിൻ അങ്ങനെ വെച്ചേക്കുന്ന കുറച്ച് ആഭരണങ്ങളൊക്കെ വെച്ചേക്കുന്ന കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ഫുള്ള് നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. അവിടെ പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കിരീടം ഇരിപ്പുണ്ട്, രാജാവിൻ്റെ നാണയങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ആ ഒരു റൂമിലുണ്ട്. അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ക്യാമറ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് വെക്കൂല, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലായിടത്തും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പണ്ട് കാലത്തെ പണികളാണല്ലോ. ഫുള്ള് ലണ്ടനിൽ നിന്നെങ്ങാണ്ട് വരുത്തിച്ച് പണിതല്ലേ പാലസ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പം തടികളും ഫുള്ള് തേക്കിൻ്റെ ഈട്ടിയുടെയൊക്കെ തടികളാണ്. പിന്നെ തടികളിൽ തന്നെ ഒത്തിരി കൊത്തുപണികളും ചെയ്തു വെച്ചേക്കുന്നത്. അതൊക്കെ പാലസിൻ്റെ ഒരു വ്യൂ ആട്ടോ. പിന്നെ പാലസിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചേക്കുന്നതും, പിന്നെ രാജസിംഹാസനം, രാജാവിൻ്റെ ഊന്നുവടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണ് മ്യൂസിയം എന്ന നിലയ്ക്ക് അതുപോലത്തെ സാധനങ്ങളാണ് നമുക്ക് ഒരുപാട് കാണാനുള്ളത്. പിന്നെ കൊച്ചിയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളും ഹിസ്റ്ററികളും അതൊക്കെയാണ് ഫുള്ളുള്ളത്. ഇവിടെ പാലസിലേക്ക് വരുമ്പം എല്ലാവരും മാക്സിമം കുറച്ച് നേരത്തെ വരാൻ നോക്കണം കേട്ടോ. 4:30 ആകുമ്പോഴത്തേന് നമ്മുടെ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. പാലസിൻ്റെ കോമ്പൗണ്ട് 5:30 വരെയാണ്ടുണ്ടല്ലോ. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഹിസ്റ്ററികളും എല്ലാം നമ്മൾ വായിച്ച് കണ്ടുവരുമ്പോഴത്തേനും നല്ല ടൈം എടുക്കും. ഉച്ച കഴിഞ്ഞ് 2 to 4:30 വരെയാണ്. അപ്പോൾ 2 മണിക്ക് തന്നെ മാക്സിമം വരാൻ നോക്കുക. നമ്മൾ ഓരോന്ന് കണ്ട് വരുമ്പോഴത്തേന് വേഗം സമയം പോകും. അപ്പം എല്ലാവരും മാക്സിമം നേരത്തെ തന്നെ വന്ന് കാണാൻ പറ്റുന്നവരെ കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ കോമ്പൗണ്ടിൽ ഫുള്ള് വേറൊരു ഫീലാണ്. പിന്നെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ ഹിസ്റ്ററികളും പിന്നെ രാജാവിന് ഓരോ സമ്മാനം കൊടുത്ത സാധനങ്ങളും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടിരിക്കാം. നമുക്ക് എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാം. ഓരോന്നിൻ്റെയും താഴെ അത് എന്താണ്, അത് എങ്ങനെ വന്നു എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം നമുക്ക്. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കൊരു നല്ലൊരു അനുഭവമായിരിക്കും അല്ലേ പാലസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. പാലസിൻ്റെ ഉള്ളിൽ വേറൊരു ഫീലാട്ടോ. എല്ലാം ഇത് കൂടെ തടികൾ കൊണ്ടാണ് കൂടുതലും പണിതേക്കുന്നത്. അപ്പം നമ്മൾ നടക്കുമ്പോൾ ഒക്കെ ഒരു സൗണ്ടൊക്കെ കേൾക്കും. എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹിൽ പാലസിൻ്റെ ഉള്ളിൽ. നമ്മൾ ഹിൽ പാലസിൻ്റെ ഉള്ളിൽ നേരത്തെ കയറിയിട്ടുണ്ട്, ഒരു ഷൂട്ട് ചെയ്തിട്ടില്ല. നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ പാലസിൻ്റെ കോമ്പൗണ്ടും പാലസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്, ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ നമ്മൾ കയറി ഷൂട്ട് ചെയ്തില്ല. ഇത് നമ്മൾ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പാലസിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. ഈ ഒരു ഹിൽ പാലസ് നിൽക്കുന്നത് 52 ഏക്കറിൽ 1,30,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കേട്ടോ.
പുരാതനമായ കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒക്കെ ഒത്തുചേർന്നതാണ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതി. തട്ടുതട്ടുകളായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇവിടെ എന്നാ പരിപാടി ഇവിടെ? പണ്ട് കാലത്ത് ഈ കൊട്ടാരം നിർമ്മിച്ചിരുന്നത് ഒരു 4 കെട്ടിൻ്റെ രൂപത്തിലായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് യൂറോപ്യൻ വാസ്തുവിദ്യ അനുസരിച്ച് 4 കെട്ടിൽ നിന്നും കൊട്ടാരം വിപുലീകരിച്ചെടുത്തത്. പാലത്തിന് മധുരപ്പ് പിടിക്കരുത്. ക്യാമറയും ചവിട്ടിക്കൊണ്ട് പോവോ? പാലസിലെ രാജാവാണോ? എന്താ കുട്ടൻ തമ്പുരാനാണോ? കുട്ടൻ തമ്പുരാൻ. ഞാൻ തമ്പുരാന്റെ മുഖം ഒന്ന് കാണിച്ചേ. രാജഭരണം